ഗൈസ്, ഞാനിപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മനാലിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ സംശയങ്ങൾ ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട്. അപ്പം മനാലിയിലേക്ക് എങ്ങനെ പോവാം, അവിടെ എന്ത് കാണാനുണ്ട്, അവിടെ എങ്ങനെ താമസിക്കാം, ഇതിനെക്കുറിച്ചാണ് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നാണ് പോകുന്നത്. കേരളത്തിൽ നിന്ന് രണ്ട് തരത്തിൽ പോവാം. ട്രെയിനിൽ പോവാം, ഫ്ലൈറ്റിലും പോവാം. ഡൽഹി വരെയാണ് നമ്മുടെ യാത്ര. ട്രെയിനിലാണെങ്കിൽ നമുക്ക് ചണ്ഡീഗഡിലേക്കും പോയിട്ട് മനാലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്നു, ഡൽഹി ഓർ ചണ്ഡീഗഡ്. സെക്കൻഡ് തിങ്, നമ്മൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ISBT സ്റ്റാൻഡിലേക്ക്, അതായത് ഇന്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ സ്റ്റേഷൻ, അവിടത്തേക്ക് ഒരു 10-250 രൂപ കൊടുത്താൽ, ഓട്ടോയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഇന്റർ സ്റ്റേറ്റ് ടെർമിനൽ സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ധാരാളം സർക്കാർ വാഹനങ്ങൾ ഈ മനാലിക്ക് പോകുന്നുണ്ട്. 10 മണിക്കൂർ റണ്ണിങ് ആണ് മനാലിക്ക് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. നമുക്ക് ഒരു രാത്രി യാത്രയായിരിക്കും നമുക്ക് ഏറ്റവും സൗകര്യപ്രദമാവുക. അത് പ്രകാരം നമുക്ക് മനാലിയിൽ ഒരു നൈറ്റ് താമസവും ഒഴിവാക്കിയെടുക്കാൻ പറ്റും. നേരെ ഈ ISBT സ്റ്റാൻഡിന്റെ തൊട്ട് പുറത്ത് തന്നെ പ്രൈവറ്റ് വോൾവോ വണ്ടികൾ ധാരാളമായിട്ട് ടൂറിസ്റ്റ് വണ്ടികൾ ഓടുന്നുണ്ട്. അത് ആപ്പ് വഴിയിട്ട്, ആപ്ലിക്കേഷൻ വഴി നമുക്കത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും. AC വണ്ടികൾ ധാരാളമായി അവൈലബിൾ ആണ്. 1250 മുതൽ 1500 രൂപ വരെയൊക്കെയാണ് വോൾവോ വണ്ടികൾക്ക് ചാർജ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ആകുമ്പോഴത്തേക്കും നമ്മൾ എവിടെ എത്തിച്ചേർന്നു? മനാലിയിൽ എത്തിച്ചേർന്നു. രാത്രി ഒരു 7 മണി 8 മണിക്ക് യാത്ര പുറപ്പെട്ടാൽ രാവിലെ ഒരു 9 മണി 10 മണിയാകുമ്പോഴത്തേക്ക് മനാലി ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി നമുക്ക് താമസിക്കുകയാണ് വേണ്ടത്. താമസിക്കാൻ ബസ് സ്റ്റാൻഡിനോ പരിസരത്തോ റൂം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരം നമുക്ക് കുറച്ച് ടൗണിൽ നിന്ന് വിട്ടിട്ട് ഏതെങ്കിലും ഒരു പർവ്വത പ്രദേശത്ത് നല്ല ഹിമാലയൻ വ്യൂ ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് റൂം എടുക്കാം. 800 മുതൽ അതുപോലെ തന്നെ 5000 രൂപ വരെ ഉള്ള ഒരു റേറ്റ് നമുക്ക് റൂം അവൈലബിൾ ആണ്. ഈ റേറ്റ് എന്ന് പറയുന്നത് സീസൺ അനുസരിച്ചാണ്. പ്രത്യേകിച്ച് വിന്റർ സീസണിലൊക്കെ നമുക്ക് റേറ്റ് നന്നായിട്ട് കുറയും. മറ്റ് സീസണുകളിൽ നല്ല രൂപത്തിൽ പൈസ കൂടുകയും ചെയ്യും. ഇനി താമസിക്കാനെങ്കിൽ ബെഡ് സ്പേസ് ഉണ്ട്. ഒരു 200-300 രൂപ കൊടുത്താൽ ബെഡ് സ്പേസ് നമുക്ക് ധാരാളമായിട്ട് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സിംഗിളായിട്ട് നമ്മൾക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു റൂം എടുത്ത് താമസിക്കാൻ സൗകര്യം 200-300 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടുമെന്നർത്ഥം. അപ്പോൾ ഇത്രയും കാര്യം താമസവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്? നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് ടൗണിൽ തന്നെ ഹഡിംബ ക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ ഹിഡുംബ ക്ഷേത്രം, അല്ലെങ്കിൽ ഹഡിംബ ടെമ്പിൾ, ഈ 2 പേരും പറയുന്നുണ്ട്. അത് പ്രാചീന കാലത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രമാണ്. ധാരാളം ദേവദാരു മരങ്ങൾക്കിടയിൽ ആ ഒരു ഹിമാചലി സ്റ്റൈലിൽ, ആ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ക്ഷേത്രം ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ്. അത് ടൗണിൽ തന്നെയാണ്. രണ്ടാമത് അവിടെ ഒരു മനു ടെമ്പിൾ ഉണ്ട്. അത് പ്രാചീനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ ഗവൺമെന്റ് തലത്തിലുള്ള ഹിമാചലിന്റെ ആ ഒരു മനാലിയും ഹിമാചൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു മ്യൂസിയം അവിടെ ഉണ്ട്. അതും നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ മറ്റൊന്നത്, വൈകുന്നേരങ്ങളിൽ നമുക്ക് സമയം ചെലവിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മാൾ റോഡുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ധാരാളം ഹിമാചൽ ഭക്ഷണങ്ങളൊക്കെ ആസ്വദിക്കാനും അതുപോലെ തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് അവിടെ നടന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വൂളൻ ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ മാൾ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ ടൗണിന്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ നമുക്ക് പോയി കഴിഞ്ഞാൽ വസിഷ്ഠ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ വസിഷ്ഠ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു ചുടുനീരുറവയുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് 2.5 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഹിമാചൽ പിന്നെ ബിയാസ് നദിയുടെ കരയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ജോഗിനി വാട്ടർഫോളിന്റെ തൊട്ട് താഴെയെത്താം. അവിടെ ജസ്റ്റ് ഒന്ന് മല കയറി കഴിഞ്ഞാൽ അതിന്റെ ആ വാട്ടർഫോളിന്റെ അടുത്തുള്ള ഒരു പിന്നെ നമുക്ക് കാഴ്ചയും കൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഇത്രയും കാര്യമാണ് നമുക്ക് മനാലിയിൽ എത്തിയാൽ അവിടെ തന്നെ ടൗണിലും അടുത്ത പ്രദേശത്തും നമുക്ക് കാണാനുള്ളത്. അടുത്ത ദിവസം നമുക്ക് പോകാനുള്ളത് സൊളാൻ വാലിയിലേക്കാണ്. പിറ്റത്തെ ദിവസം നമുക്ക് പോയി കാണാനുള്ള സ്ഥലം സൊളാൻ വാലിയാണ്. 8400 ഫീറ്റ് അടി ഉയരത്തിൽ ഉള്ള ഒരു ഹിമാലയ പ്രദേശമാണ്. ഏത് സമയവും നമുക്ക് ഐസൊക്കെ കാണാനും അത് ഐസിൽ കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സൊളാൻ വാലി. സൊളാൻ വാലിയിൽ ധാരാളമായിട്ട് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സൊളാൻ വാലിയിൽ നമുക്ക് വേണമെങ്കിൽ 2, 3, 4 മണിക്കൂർ ചെലവിടാനുള്ള വകുപ്പുണ്ട്. അവിടെ നമുക്ക് അടൽ ടണൽ വഴി സിസുവിലേക്ക് നമുക്ക് പോവാം. സിസു എന്ന് പറയുന്ന ഒരു ഹിമാലയൻ ഗ്രാമമാണ്. പ്രത്യേകിച്ച് ഐസുള്ള സമയങ്ങളിൽ ധാരാളമായിട്ട് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് ഈ സിസു. അതുപോലെ ആ അടൽ ടണലിന്റെ ആ ഒരു മനോഹാരിതയും ആസ്വദിച്ചുകൊണ്ട് സിസു കണ്ടിട്ട് നമുക്ക്
തിരിച്ച് മനാലിയിലേക്ക് വരുമ്പോഴത്തേക്ക് മനാലി യാത്ര പൂർത്തിയാവുകയാണ്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്, അവിടെ റോത്താങ് പാസ് എന്ന് പറയുന്ന പഴയ ഒരു ചുരമുണ്ട്. അത് പിന്നെ ആ ചുരവും നമുക്ക് വാഹനങ്ങൾ എടുത്താൽ നമുക്ക് പോയി കാണാവുന്നതാണ്. ഇത്രയും ആയാൽ മനാലി യാത്ര പൂർണ്ണമായി. ഇവിടെ നിന്ന് നമുക്കൊരു 2-3 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് കസോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും. കസോളില് ഒരു ഗുരുദ്വാരയുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ഒരു 5-10 കിലോമീറ്റർ ഇടയിൽ ഒരു 4-5 ഹിമാചൽ ഗ്രാമങ്ങളുണ്ട്, വളരെ അതിന്റെ ഉള്ളിൽ. ആ ഗ്രാമങ്ങളിൽ പോയിട്ട് 1-2 ആഴ്ച നമുക്ക് താമസിക്കാം എന്നുള്ളത്, അതിനുള്ള താമസ സൗകര്യങ്ങൾ അവിടെയുണ്ട്. അപ്പൊ അത് നമുക്ക് ചെറിയ റെന്റിൽ നമുക്ക് താമസിക്കാൻ പറ്റും. അപ്പോൾ ഒരു പീസ് ആഗ്രഹിക്കുന്നവർക്ക്, വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് കസോളിലെ ഈ ഉൾഗ്രാമങ്ങളിൽ പോയിട്ട് നമുക്ക് താമസിച്ച് ആസ്വദിക്കാൻ പറ്റും. അവിടെ തന്നെ കീർ ഗംഗ എന്ന് പറയുന്ന ട്രക്കിംഗ് ഉണ്ട്, അതുപോലെ ബുൻബിനി എന്ന് പറയുന്ന ട്രക്കിങ്ങും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. മനാലിയിൽ തന്നെ 2 ട്രക്കിംഗ് ഉണ്ട്. ഒന്ന് ഹംത പാസ് ട്രക്കിംഗ് ആണ്, 2 ഭൃഗു ലേക്ക് ട്രക്കിംഗ് ആണ്. ഇത് 2 ലോക്കൽ ഗൈഡുമാരുടെ സഹായത്തോടു കൂടി വേണം നമുക്ക് ചെയ്തു തീർക്കാൻ. അപ്പൊ നമുക്ക് മനാലിയിൽ പോയി വരാൻ എത്ര രൂപ ചെലവ് വരും? അത് ഡിപ്പെൻഡന്റ് ആണ്, ഓരോ ആളുകളും ചെലവാക്കുന്നതിനനുസരിച്ചായിരിക്കും. ഒരുപക്ഷെ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിനാണ് വരുന്നതെങ്കിൽ ട്രെയിനിന് വരുന്നവർക്ക് ചെലവുകൾ വ്യത്യസ്തമായിരിക്കും. വോൾവോ വണ്ടിയിൽ വരുന്നവർ, അതുപോലെ സർക്കാർ വാഹനത്തിൽ വരുന്നവർക്കും ചെലവുകൾ വ്യത്യസ്തമായിരിക്കും. സ്വന്തമായി ഒരു കാർ എടുത്തിട്ടാണ് ഡൽഹിയിൽ വരുന്നതെങ്കിൽ അവർക്കും ചെലവുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ ആളുകൾക്കും അതിനനുസരിച്ച് ചെലവ് വരും. ഏതായാലും ഒരു ബഡ്ജറ്റ് യാത്ര എന്നുള്ള രൂപത്തിൽ നമുക്ക് പോയി വരാൻ നമുക്ക് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നാട്ടിൽ നിന്ന് പോയിട്ട് സാധാരണ രീതിയിൽ നമുക്ക് പോയി വരാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ ഗൈഡ് ലൈൻ ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മനാലി യാത്രയുടെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എന്നുള്ള രൂപത്തിൽ എൻ്റെ ഒരു അറിവ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക, എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.